ഹരേ കൃഷ്ണ. കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂകാംബികയിൽ ഞാൻ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണുള്ളത്. അമ്മയും ചേട്ടായും നാത്തും മക്കളും കൂടിയാണ് പോകുന്നത്. മമ്മിയെയും കൂട്ടി നേരിട്ട് മൂകാംബികയ്ക്ക് എത്താമെന്ന് പറഞ്ഞു. എനിക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. 4:30 ട്രെയിനായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ട്രെയിൻ ലേറ്റായി, വന്നപ്പോൾ 5 മണിയായി. എല്ലാവരും ഒരു കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ വെളുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. കോഫി വാങ്ങിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ടോയ്സൊക്കെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബോറടി മാറ്റാൻ നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അത് കണ്ടപ്പോൾ ജഗന്നാഥിന് സെൽഫി എടുക്കണം. ബൈൻഡൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ട്രെയിൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ചാടി കയറി. അങ്ങനെ ലഗേജും കുട്ടികളൊക്കെ ആയിട്ട് ട്രെയിൻ ഇറങ്ങി സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ആൾക്കൂട്ടം. എന്താ, സിനിമ സീരിയൽ താരമായിട്ടുള്ള മുകുന്ദൻ സാറ്. എല്ലാവരും സെൽഫി എടുക്കുന്നു. കൂടെ ഞങ്ങളും എടുത്തു. അവിടെ നിന്നൊരു ടാക്സിയിൽ ഞങ്ങൾ മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് പോയി. സ്റ്റേഷനിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ട്രാവലിങ്. ഞങ്ങളൊരു 2:20 ആയപ്പം മൂകാംബിക എത്തി. ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ലഞ്ച് കഴിച്ചു. 2 താലിയും 2 വെജ് ബിരിയാണിയും വാങ്ങിച്ചു. കുട്ടികൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്തു. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ജഗന്നാഥ് എങ്ങോട്ടാണ് ഓടുന്നതെന്ന്. അവനൊരു കൗ ലവറാണ്. പശുവിനെ എവിടെ കണ്ടാലും അവന് അടുത്ത് പോകണം, തൊടണം, പശുവിനെ കൊഞ്ചിക്കണം. അതിന് പറ്റാതിരുന്നപ്പോൾ തിരിഞ്ഞു ഓടാൻ നോക്കിയതാ. ഈ കാണുന്ന രഥമാണ് രഥോത്സവത്തിനുള്ളത്. മാർച്ച് 5 മുതൽ 12 വരെയാണ് ഈ വർഷത്തെ രഥോത്സവം. 12-നാണ് മഹാരഥോത്സവം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെയുള്ള നാഗശ്രീ ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചത്. കൃഷ്ണയ്ക്ക് അക്വേറിയം ഒത്തിരി ഇഷ്ടമാണ്. ജഗന്നാഥ് അമ്പലത്തിലെ 2 പശുക്കൾ മുൻവശത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഗണപതിക്ക് കറുകയും പുഷ്പങ്ങളും അർപ്പിച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ തൊഴുതതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ശീവേലിയുടെ സമയം. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ച് റൂമിലേക്ക് പോയി. നെക്സ്റ്റ് പാർട്ട് 2 അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കരുതേ. ഹരേ കൃഷ്ണ.